साइकिल पे कौन था, ये सबसे बड़ा सवाल है। ऑल्सो उनकी एक्स की 2 दिनों में सगाई है। मुझे पता नहीं है क्या होगा आगे, सो देखते हैं। आप भी देखो, हम भी देखते हैं। ഹലോ ഫ്രണ്ട്സ്, ഹലോ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ബിവി ഞാൻ swag. നിങ്ങളോട് പറഞ്ഞ പോലെ രാത്രി സൈക്കിൾ എടുത്ത് നാട് കാണാൻ ഇറങ്ങി. പെട്ടെന്നൊരു ചങ്ങായി ബാക്കിൽ अरे यही थी. ചെറുതായി पहले ही बोला था लड़की है। ബട്ട് ഞാനും എന്റെ ചങ്ങിന്റെ ഹാസം ओह, സാഹസികമായി ആ ഊളനെ കണ്ടം വഴി इनके ഓടിച്ചു. दोस्तों ने मदद की थी. സൈക്കിൾ റൈഡ് വീഡിയോ ഇറക്കുന്ന മുന്നേ അതിന്റെ കുറച്ച് ക്ലിംസസ് നിങ്ങൾക്കായി ഈ ചാനലിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ओह, ये भी बहुत पॉपुलर है. 18,000 व्यूज. ബ്ലോഗർ ബീപാത്ത് എ.കെ. ഫാത്തിമ ബി. ഫാത്തിമ ബീവി. അബിതാക്കന്റെ മരിച്ചുപോയ പെങ്ങളുടെ മോള്. മറ്റേ ദുബായ്ക്ക് അടിച്ച ഇന്റർനാഷണൽ സ്റ്റോറി. യെസ്, അതന്നെ. മ്യൂസിക്കലി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സെൻസേഷനാണ്. കമന്റ് ഇട്ടപ്പോൾ വൈറലാണ്. വീഡിയോ ഇറങ്ങിയ മാനം. മറ്റന്നാ വീഡിയോ ഇറങ്ങും. എന്താണ് നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ അമർത്തിയാലോ? ഇത് രണ്ടും ഞാൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞതാ. എന്താ എന്റെ മൈൻഡ്? Relationship. Wow. She's rich. 1 million followers. और दुबई में सेलिब्रेट करी. वो तो दुबई में रहती है. इन दोनों का मिलन कैसे हो सकता है भाई? हाँ। वो अल्ट्रा रिच, लिटरली शेखों की बेटी. कंपेयर भी खाने से कर. पापड़म. आहा, प्रॉपर मील जैसा फील होता है. वाओ, ये कहाँ से आ गया भाई? ओ किसके पेट के अंदर हूँ मैं? lungs. Lungs. ये smoking ad है. Aight. ഞാൻ ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. अरे Oh. पर इसे चीप थ्रिल्स बहुत पसंद है लड़की को. अमीर बहुत है. ഇവൻ ലേഡീസ് ടോയ്ലറ്റിൽ കയറൂല. കുഴപ്പമില്ല, വൃത്തിണ്ടായിനോ? അതെ, Listen. അല്ല ബാക്കിൽ ഓടിച്ചേക്കൻ നിങ്ങൾ എന്താ ചെയ്തത്? ഹാ, അത് പറഞ്ഞാ പോയില്ലേ? സബൂറാവ് വീഡിയോ വരും. अरे मैं ही हूँ. അലമ്പ ചെക്കന്മാർ വല്ലതാണെങ്കിൽ അതും ശരിയാണ്. പക്ഷേ ഞാൻ अरे വന്നിട്ട് रे. കയറിയാ മതി, അവിടെ നിൽക്ക്. അഥവാ ഓൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിലോ, ചിലപ്പോ നിങ്ങളൊക്കെ വീണ് പോയതിന് സാധനം തിരിച്ചു തരാൻ വേണ്ടിട്ട് ബാക്കിൽ വന്നാണെങ്കിലോ, ओ. അതും അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ കൈ കൊണ്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. हाँ. ഓനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളെ അഭിപ്രായത്തിൽ എന്തൊക്കെ രീതിയിൽ പ്രതികാരം വരാം? അതിപ്പോ വരാൻ പോണ വീഡിയോത്തെ ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള പോലെ ഉണ്ടാവും. അതിൽ ആളത്ര ക്ലിയർ അല്ല, Guys not visible. चलो. നല്ല ഇരട്ടായിരുന്നു. പക്ഷെ കോമഡി കിടന്നുണ്ട്. അതിനെന്റെ ഫ്രണ്ട് സമ്മതിക്കുമെന്ന് തോന്നില്ല. ഓന്റെ മൂക്കിന് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. അതിന് പ്രതികാരം വേണല്ലോ. നമ്മൾ അവിടെ നിന്ന് സർപ്രൈസ് ആയി കാണുന്നു, ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്നു, അതും കൂടി ചേർത്ത് പുതിയൊരു കണ്ടന്റ്. वाह. അതാവുമ്പോ Content creator है. ഡാമേജ് ഇല്ല. Nice. ഓക്കെ സെറ്റ്. എപ്പോഴാ? ചുമ്മാ കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയാൽ മതി. Friday prayers. നമ്മളൊരു സെൽഫി എടുക്കട്ടെ. ये मुझे लग रहा है यूज कर ले कंटेंट के लिए, इसको पता भी नहीं चलेगा. ഇൻസ്റ്റാ ഉണ്ടോ? ആ Ozim.Abdullah AWZEM. Awesome. ഓക്കെ ബൈ. Awesome की जगह. ബൈ. നാളെ ഉച്ചവരെയുള്ള എന്റെ എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്ത് ഞാൻ ബിസി ആയി. क्या प्रोग्राम से? ഞാനും ബിസിയായി. I'll be busy. എനിക്കത് ബിസി. എന്റെ ബിസിയാക്കി ഇന്ത്യൻ ബിസിയാ. Damn bro, I'm impressed so fast. ओहो ओहो, इतना बड़ा हैंडशेक. वाओ. Looks meter. No. Good. No. The other one. बहुत बच्चा लग रहा है. नहीं. गुड लुक्स मीटर. ओहो. Confidence. अच्छा, ये वही दिन था इनका जब ये मस्जिद में गए थे. यही शर्ट तो पहनी थी इन्होंने. अच्छा. और के उससे लड़के से फाइट हो गई थी. अच्छा, आफ्टर फ्राइडे प्रेयर्स बराबर. अरे रे. चैप्टर 4 हिट हुर्रे. വിക്രം വേദ. ഞാൻ എന്ത് ഭ്രാന്ത് പറഞ്ഞാലും ഇതൊരു കച്ചവടമാണല്ലോ പരിപാടി. ഒരു 2 മാസം സമയം കൂടെങ്കിലും ഓടിക്കണം ഇത്. എന്നാലേ ഓൾക്ക് വേറെ എന്തെങ്കിലും പണിയിൽ കാണാൻ പറ്റും. നിങ്ങൾ എന്തെന്നായി പറയുന്നത്? ഒരു മുടന്ത കുതിരയെ തീറ്റിപ്പോറ്റിട്ട് വല്ല കാര്യമുണ്ട?
സതീഷിന്റെ അമ്മ മരിച്ചതിന് ശേഷം മക്കൾ എല്ലാവരുടെയും പേരിലാണ് ഈ സ്ഥലം. अच्छा ഓലിപ്പം നല്ല സുഹൃത്തിലല്ല. ഓലിക്ക് ഇത് കച്ചവടാക്കിയിട്ട് പൈസ കിട്ടിയ സൗകര്യമായിരുന്നു എന്നാ. അതപ്പം നോക്കാം പ്രഭാകരേട്ടാ. അല്ല അത് ഞാൻ എന്നെ കുറിച്ചല്ല, പണിക്കാരെ കുറിച്ച് ഓർത്തിട്ടാ. നിങ്ങള് സതീഷ് इन्हें थिएटर चालू रखना है. ഒരു 2 മാസം സമയം കൂടെ തരാം. ओहो वो बंद हो गया. मुझे लगा मूवी हिट है. ആടെ ഇല്ല ആൾക്കാർ എങ്ങനെ ഒഴിവാക്കാൻ നോക്കും. अरे लोग आधी मूवी में കുഴപ്പം നടക്കാന്ന്. ഇല്ലെന്നാ എത്തി പൈസ തിരിച്ചോളൂ. എന്തായാലും ഇന്ന് ഭക്ഷണം നടക്കണം. വസി, നീ അങ്ങോട്ട് 3 കട്ടൻ എടുക്കുക. വസ്യേ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അനിയനും കൂടി സിനിമ കാണാൻ വരുന്നുണ്ട്. ദുബായിലാ വരുന്നേ. നാട്ടിൽ നിന്ന് സിനിമ കാണുന്നാ പറയണേ. അല്ല എനക്കും വേണ്ടി ഞാൻ അധ്വാനൊക്കെ വേസ്റ്റ് ആയി പോകല്ലോ എന്ന് ആലോചിച്ചിട്ടാ. എന്താടാ ഇജ്ജ വരുന്ന വണ്ടിക്ക് നോക്കിയാ लड़की आ रही है वो. ओ आंखें खुल गई और आज कितनी चेंज लुक में आई है. एकदम घरेलू कपड़े. 2 ലേഡി ഉണ്ടാവും, പഠിക്കാൻ വന്നതാ. അപ്പൊ എനിക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സീനില്ല, എന്തേലും പറഞ്ഞ ഓളെ നിർത്തും. ഞാൻ ചായ എടുത്തിട്ട് വരാം. ഐ ഹേറ്റ് ഇറ്റ്. हमने ये देख लिया कि इनकी शादी टूट जाती है, पर क्यों कैसे पास है वो देख रहे हैं. हाँ വരുന്നുണ്ട്. मुझे पता है फॉलो कर रहा है. इग्नोर करती है लड़कियां सारा. സോറി കേട്ടോ, പ്രൊജക്ടർ കംപ്ലൈന്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഓക്കെ. ഹലോ ഇക്കാക്കന്മാരോട് മലയാളം പറഞ്ഞു കൊടുക്കും. ആഹാ, Do you own this shitty place? It's so stinky here. ये मलयालम तो नहीं. അതിനത് മാറ്റിനി അല്ലല്ലോ. ആ സിനിമ തന്നെയല്ലേ കാണുന്നത്? അത് പക്ഷെ അത് മാറ്റിനി അല്ലല്ലോ. अभी करवाओ चालू. വീഡിയോ എടുക്കാൻ വരാന്ന് പറഞ്ഞിട്ട് മുങ്ങിയ ആളല്ലേ. ഇന്നെന്തായാലും ഷോ സെറ്റാണ്, നിങ്ങൾ വന്നാൽ മതി. അന്ന് ഫാൻസിനെ ഞാൻ ഒരു വിധത്തിലാണ് കേട്ടോ സമാധാനിപ്പിച്ചത്. My fans. ഇവനെ അങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റില്ല. അല്ല അത് പോട്ടെ, ആ ചാൻസ് പോയി. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ ഈ ചെറുത്തിന് എന്തെങ്കിലും എന്റർടൈൻമെന്റ് സെറ്റ് ആക്കി കൊടുക്കണം. ഫേസിലൊക്കെ ഒന്ന് മാറ്റിയോ? अच्छा नोटिस. അതേ ഷോക്ക് കണക്കാക്കിട്ട് ഇറങ്ങാൻ നിൽക്കണ്ട, നേരത്തെ പോന്നോളി. നോക്കട്ടെ, ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ मुझे लग रहा है कल भी शो नहीं कर पाएंगे. ബൈ. ആ വരാം. ओमेगा बाबू. अब ये कौन है? ओमेगा तो विटामिन का नाम है ना. हाँ. ഒമേഗ ബാബു. ओहो. ये डॉन वॉन है क्या यहाँ के? എടാ നായ്ക്ക് ഇതിലും കനത്തിൽ വരവേൽപ്പ് കൊടുക്കാനാണ് ഞങ്ങളോടൊക്കെ വരാൻ പറഞ്ഞത്. ഫ്ലെക്സ് വെക്കണോ? തേങ്ങ മൂട്. എടാ ഇതിന്റെ അഭിമാന പ്രശ്നം. अच्छा. ഞാൻ ഓനെവിടെ കാല് കുത്തിക്കില്ലാന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റെ കൂടെ വെക്കാം. സത്താറിന്റെ അമ്മയുടെ കുട്ടിയുടെ കല്യാണല്ലടാ. മട്ടന് അടുത്തവരെ നോക്കാം. अरे ये बिल्कुल भी इंटरेस्टेड नहीं है. ഇത് കോംപ്രമൈസ് ആക്കി സീനാ. ഗാനമേളത്തല്ലേ ഇനി കോംപ്രമൈസ് ആക്കിയത്. Another flashback. എയർപോർട്ടിൽ പോണ വഴിക്ക് ഒമേഗ ബാബു ഒന്ന് പെട്രോൾ അടിക്കാൻ കയറി. एयरपोर्ट पे रिफिल चाहिए था फिर, और ओमेगा बाबू ने कुछ तो किया. हाँ. अरे उसकी टी-शर्ट पे क्या लिखा हुआ है? क्यों मार के गए पर? उसकी टी-शर्ट का कुछ था रीजन, आई डोंट नो. ഉള്ളുകലങ്ങണതാ കിട്ടിക്കണത്, പുറത്തേക്ക് ഉണ്ടാവില്ല. ഞാൻ കണ്ടില്ല, കണ്ടൂര് പറഞ്ഞാ. ശരിക്കും എന്തുണ്ടായി തങ്ങായി? ഫുള്ള് പറയും. ഞാൻ പിന്നെ ഒമേഗ ബാബുവിനെ തപ്പി ഇറങ്ങി. നമ്മുടെ മാനക്കാട് പേര് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ്ട് പോയെ. ഞാൻ പരിപാടികൾ എന്തൊക്കെയാണ് സ്കെച്ച് ചെയ്യാൻ വെച്ചിട്ടാണ്ട് പോയി. എന്താടാ വികാസേ, എടാ ഞാൻ അവിടെ ഇരിക്കണണ്ടാ, ഞാൻ ഒരാളെ കാത്തിരിക്കാന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. മനസ്സിലായി? अरे आंटी बात चल रही है. ഞാൻ ഒരു ദണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ വിരുന്ന് വിളിക്കാ. ആദ്യമായിട്ട് കേൾക്കണതല്ല, എണീച്ച് തിന്നാൻ നോക്കടാ. दो ने तो शुरू कर भी दिया. എന്നിട്ട്
എടാ മൂപ്പര വരത്തക്കും ആ നടത്തൊക്കെ കൂടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പറയാൻ വരാന്ന് എന്നാ കേക്കാലോന്ന് ഞാൻ വിചാരിച്ചു എടാ ഇതൊന്നും പറയാണ്ട് ഒറ്റ ചവിട്ടാവുന്നത് अरे क्या है इसको प्रॉब्लम കാര്യമില്ലാണ്ട് ഒരാൾ അടിക്കേ അത് 2 പ്രാവശ്യം 2 बार काहे पहले थप्पड़ फिर लात വാ നോക്കാം. करना पड़ेगा खत्म इसको ജംഷിയ कम ऑन जमशेद वो 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 खून खोल गया എന്താ ഉറപ്പ് വൈകിയാലോ എത്ര വൈകിയാലും നമ്മൾ കാത്തുക്കും. ഇന്നത്തോടെ തീർക്കണം. തീർത്തേക്കാടാ लेट्स फिनिश इट ऑफ അതെ. लेट्स गो ശരിടാ ये दोनों क्यों नहीं गए പിടിച്ചു കൊടുത്താൽ മതി ഇടി ജംഷന് കൊടുക്കട്ടെ ഞാൻ അടിക്കും. जमशी के साथ ये पता नहीं क्या हो रहा है ओमेगा बाबू क्यों ऐसा कर रहे हैं जब देखते हैं मुक्का मार देते हैं जब देखते हैं लात मार देते हैं और पहली बार जब मुक्का मारता है ऐसे उनकी आंखें थोड़ी चौड़ी हुई और फिर उन्होंने मुक्का मारा इट मीन्स कि लाइक वो कुछ तो जानते हैं इनको मुझे भी ये लग रहा है कि यार ये लाइक फॉर नो रीजन जमशी को क्यों मुक्के पड़ रहे हैं आज तो इनको मतलब ये हिसाब बराबर करना ही पड़ेगा वही आप लोग कैसे लगा सीन आप कमेंट सेक्शन में जरूर बताएगा तो इसे लाइक करते जाए कमेंट करते जाए शेयर करते जाए और सब्सक्राइब करिए बाय